കഴിഞ്ഞ ദിവസം ഇസ്രായേലിലെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരമായ ടെൽ അവീവിലെ വിമാനത്താവളത്തിലേക്ക് ഹൂത്തി വിമതർ നടത്തിയ മിസൈൽ ആക്രമണത്തിന് തൊട്ടുപിന്നാലെ വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനവുമായി ഇസ്രായേൽ സർക്കാർ രംഗത്ത്. ഗാസ മുനമ്പ് മുഴുവനായി പിടിച്ചെടുക്കാനാണ് ഇപ്പോൾ ഇസ്രായേൽ മന്ത്രിസഭാ യോഗം അനുമതി നൽകിയിരിക്കുന്നത്. ഇതിനായി രംഗത്തിറങ്ങാൻ സൈനിക വിഭാഗങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൂടാതെ റിസർവിലുള്ള 10,000-ഓളം പട്ടാളക്കാരോടും ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ തയ്യാറായിരിക്കാൻ നിർദ്ദേശം നൽകി കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇത് സംബന്ധിച്ച് വളരെ വിശദമായ ചർച്ചകൾ നടന്നിരുന്നു. ഗാസ പിടിച്ചെടുത്താലല്ലാതെ ഇനി ബന്ദികളെ മോചിപ്പിക്കാൻ കഴിയുകയില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും ബെഞ്ചമിൻ നെതന്യാഹു അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ ബഹുഭൂരിപക്ഷ അംഗങ്ങളും ഉറച്ചു നിൽക്കുന്നത്. അവിടുത്തെ ആഭ്യന്തരമന്ത്രി ബെൻ ഗീവർ മാത്രമാണ് ഈ ഒരു നിർദ്ദേശത്തെ എതിർക്കുന്നത്. മാത്രമല്ല, സൈനിക മേധാവികളിൽ ചിലരും ഇത്തരത്തിലുള്ള ആക്രമണം നടത്തിയാൽ ബന്ദികൾ കൊല്ലപ്പെട്ടേക്കാം എന്ന സൂചന നൽകിയിട്ടുണ്ട്. എന്നാൽ നെതന്യാഹു അദ്ദേഹത്തിന്റെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ഉൾപ്പെടെയുള്ള പ്രമുഖരെല്ലാം തന്നെ ഗാസ എന്ത് വന്നാലും പിടിച്ചെടുക്കണം എന്ന നിലപാടിൽ തന്നെയാണ്. ഒരുപക്ഷെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇതിനെതിരെ എതിർപ്പ് ഉയരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്നാൽ ഗാസയുടെ ആകാശവും ഭൂമിയും കീഴടക്കലാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന രീതിയിലേക്കാണ് ഇപ്പോൾ ഇസ്രായേൽ ചെന്നെത്തിയിരിക്കുന്നത്. അടുത്ത ആഴ്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഗാസ സന്ദർശിക്കുന്നുണ്ട്. അതിനുശേഷമായിരിക്കും ഇത്തരത്തിലുള്ള ആക്രമണം നടത്തുക എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്.